കല്യാണം കഴിച്ചേക്കണ എറണാകുളത്തേക്കാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവിടുത്തെ മിക്ക സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. മൂന്നാറിലോ ലുലുവിലോ മെട്രോയിലോ ഒന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം മിക്ക പറഞ്ഞു മെട്രോയിൽ എന്തായാലും നിന്നെ കയറ്റാം, നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് തന്നെ പോയത്. വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകട്ടോ, അവിടെ തന്നെ കാണാൻ കാഴ്ചകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേറായി ബീച്ചിൽ പോവും, കടമക്കുടിയിൽ പോവും, നല്ല ഭംഗിയാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ. ഞാനൊരു ലോങ് വീഡിയോസ് ഒക്കെ ഇടാം ഇൻഷാല്ലാ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ടു എറണാകുളം തന്നെ 4 hours ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രാവലിംഗ് തന്നെ നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോണേ. അപ്പോൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ടൂറിൻ്റെ ആവശ്യമൊന്നും വല്ലാതെ വരലില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ട്രെയിനാണ് കേട്ടോ ആ പോയത്. പിന്നെ അതേ ഞങ്ങൾക്ക് കയറാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. സെബി എന്തായാലും കണ്ടറിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 40 മിനിറ്റ് അങ്ങോട്ടേക്കും 40 മിനിറ്റ് ഇങ്ങോട്ടേക്കും. നമ്മൾ അതിൽ ഇരുന്ന് ശരിക്കും ചടച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ കയറി കഴിഞ്ഞേക്ക് അവിടെ സീറ്റൊക്കെ നല്ല ഫുള്ളാണ് കേട്ടോ. ബസ്സല്ലല്ലോ, ട്രെയിനല്ലേ, വലിയ ഇളക്കൊന്നും തട്ടൂലെന്ന് കരുതി കൈയൊക്കെ പിടിവിട്ട് നിൽക്കണം കേട്ടോ. ഞാൻ എന്താ കാണിക്കണ്ടേന്ന് അറിയില്ല. അപ്പം അതേ പോണു കേട്ടോ മുന്നിലേക്ക്. ഭാഗ്യത്തിന് വീഴാൻ പോയത് സെബി മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ആരൊക്കെയും കണ്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനൊക്കെ എത്തി, നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് വെയിറ്റ് ചെയ്ത് ഈ ട്രെയിനൊക്കെ പോകുന്ന വരുന്നൊക്കെ കണ്ടുട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചും പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അതിലിരിക്കുമ്പോൾ അറിയില്ല അതിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന്. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് കേട്ടോ അത് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണേ. തിരിച്ചു പോരുമ്പോഴും ഈ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് വേണം പോരാൻ. എല്ലാവർക്കും അറിയാലോ, ഞാനാണ് ആദ്യമായിട്ട്. അപ്പോൾ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളിട്ട് വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.